ഹലോ ഗൈസ്, നമ്മുടെ തലസ്ഥാനത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഷൊർണൂരിൽ നിന്ന് 2:30 എടുക്കുന്ന വേണാട് എക്സ്പ്രസിൽ നമ്മൾ കയറി രാത്രി 10 മണിയപ്പോൾ ട്രിവാൻഡ്രം എത്തിട്ടോ. രാഷ്ട്രപതി വരുന്നതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് ഞങ്ങൾ നടന്നിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലെത്തി നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടോ. ആദ്യ ദിവസം തന്നെ നടക്കുന്ന സബ് ജൂനിയർ വിഭാഗം ടേബിൾ ടെന്നീസും അതുപോലെ ഇൻക്ലൂസീവ് സ്പോർട്സിലെ ബാഡ്മിന്റണും ഉണ്ടോ. ഒറ്റ കാല് കൊണ്ട് കളിക്കുന്ന ഈ കുട്ടർ കളി ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടോ. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ടേബിൾ ടെന്നീസിന്റെ സബ് ജൂനിയർ വിഭാഗത്തിന്റെ കളികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുട്ടികളെല്ലാം നല്ല പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് സബ് ജൂനിയർ വിഭാഗം ബോയ്സ് കാറ്റഗറിയിൽ ഞങ്ങളുടെ പാലക്കാട് ജില്ലയ്ക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടോ. അതെന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് പ്രൈസ് 2 കാറ്റഗറിയിലും തൃശ്ശൂരാണ് നേടിയത്. രാത്രിയായപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര വാശി, അൽഫാമും മന്തിയും വേണം പറഞ്ഞിട്ട്. അപ്പോൾ നേരെ നമ്മൾ പോയത് തലശ്ശേരി കിച്ചൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മന്തിക്കായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മുടെ KSRTCയിലെ അക്കോമഡേഷനിലാണ് കേട്ടോ. ഇവിടെ ഡോർമെറ്ററി നമുക്ക് കിട്ടും. 250 രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം AC റൂം കിട്ടും കേട്ടോ. KSRTC സ്റ്റാൻഡിൽ വെറും 2 രൂപയ്ക്ക് 1 ലിറ്റർ കിട്ടുന്ന ഒരു മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ജൂനിയറിന്റെ കളിക്ക് വേണ്ടി വന്നിക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ ജൂനിയറിൽ. ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ വന്നിട്ടോ. നമ്മൾ നേരെ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം വിശാലമായിട്ട് ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ചെറിയൊരു ചിക്കൻ പീസ് വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നുകൂടി നന്നാക്കി കൊടുക്കായിരുന്നു എനിക്ക് തോന്നി. ഫുഡ് കഴിച്ചു വന്നപ്പോൾ സീനിയേഴ്സിന്റെ നല്ല അടിപൊളി സെമി ഫൈനലൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഒളിമ്പിക്സിന് നമ്മൾ ഇവിടെ പറഞ്ഞ് നേരെ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ.